കെ.എം. ഷാജിയുടെ പ്രസ്താവന കേട്ടിട്ടുണ്ടല്ലോ. എൻ്റെ ഈ ഞങ്ങൾക്ക് ദീനാണ് പ്രശ്നം പറഞ്ഞിട്ടില്ലേ? നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴും ദീനാണ് പ്രശ്നം. ഒരാൾ ലീഗിൽ നിന്ന് വിട്ടുപോയാൽ അവൻ രാഷ്ട്രീയം വിട്ടുപോയി എന്നല്ല കണക്കാക്കാനുള്ളത്, അവൻ ദീനിൽ നിന്ന് അകന്നുപോയി എന്നുള്ളതാണ്. അപ്പോൾ ദീനിന് വേണ്ടി പ്രവർത്തിക്കുന്നൊരു പാർട്ടി, എല്ലാം ദീനിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം പറയുന്നൊരു പാർട്ടി, അതിൻ്റെ പ്രവർത്തനം അതെങ്ങനെ മര്യാദരാവും? അതേസമയം BJP ഒരിക്കലും ഹിന്ദു സമൂഹത്തിന് വേണ്ടി മാത്രമല്ല, എല്ലാ ജനങ്ങൾക്കും ആരോടും പ്രീണനമില്ല, എല്ലാവർക്കും തുല്യനീതി എന്നുള്ള നിലപാടാണ് സ്വീകരിക്കുന്നത്. ഹിന്ദു വിഭാഗത്തിൻ്റെ പ്രശ്നങ്ങൾ വരുമ്പോൾ മറ്റുള്ള എല്ലാവരും അകന്ന് രാഷ്ട്രീയത്തിൻ്റെ പേരിൽ വോട്ട് ബാങ്കിൻ്റെ പേരിൽ മാറി നിൽക്കുമ്പോൾ അവരുടെ ആവശ്യവും ശക്തമായി ഉയർത്തിപ്പിടിക്കും. അതും ആവശ്യമാണ്. അതേസമയം മറ്റു മതക്കാരുടെ പ്രശ്നം വന്നാൽ അതിലും ഇടപെടും. ക്രിസ്ത്യൻ മത വിഭാഗത്തിൻ്റെ പ്രശ്നം വന്നാലും മുസ്ലിം മതം വിഭാഗത്തിൻ്റെ പ്രശ്നം വന്നാലും ഹിന്ദു വിഭാഗത്തിന് ഇടപെടുന്നത് പോലെ തന്നെ ഇടപെടും. പക്ഷേ നിർഭാഗ്യവശാൽ ഭാരതീയ ജനതാ പാർട്ടിയെ എപ്പോഴും ഞങ്ങളാരും മതത്തിൻ്റെ പേരിലല്ല വോട്ട് ചോദിക്കുന്നു, മതത്തിൻ്റെ രീതിയിലുള്ള പദ്ധതികൾ, അതിന് കേന്ദ്ര ഗവൺമെൻറ് നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം നടപ്പിലാക്കിയ പദ്ധതികൾ ഓരോന്നെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. ഏതെങ്കിലും ഒരു പദ്ധതി ഏതെങ്കിലും ഒരു മതത്തിൽ ജനിച്ചതുകൊണ്ട് അയാൾക്ക് നിഷേധിക്കുന്നുണ്ടോ? മുദ്ര ലോൺ ഇന്ന ജാതിയിൽ പിറന്ന അല്ലെങ്കിൽ മതത്തിൽ പിറന്നുകൊണ്ട് നിഷേധിക്കുന്നുണ്ടോ? ജൽജീവൻ പദ്ധതി ആർക്കെങ്കിലും വരുന്നുണ്ടോ? ആയുഷ്മാൻ ഭാരത് മതത്തിൻ്റെ പേരിൽ വേർതിരിവുണ്ടോ? പ്രധാനമന്ത്രി ആവാസ് യോജന മതത്തിൻ്റെ പേരിൽ മാറ്റം വരുത്തുന്നുണ്ടോ? ഒന്നുമില്ല. എല്ലാവർക്കും തുല്യ അർഹതപ്പെട്ടതാണെങ്കിൽ നിങ്ങൾക്ക് അത് നൽകും എന്നുള്ളതാണ്. അപ്പോൾ പ്രചരണങ്ങൾ ഇങ്ങനെ നടത്തിയാൽ, നേരത്തെ പ്രചരണങ്ങളൊക്കെ ഇങ്ങനെ നടത്തിയാൽ ഇത് സത്യാവസ്ഥ ജനങ്ങൾക്ക് അറിയാൻ പറ്റില്ല. ഇപ്പോൾ വിത്തിൻ സെക്കൻഡ്സ് ഇതിൻ്റെ യാഥാർത്ഥ്യം ജനങ്ങൾക്ക് എത്തും, പ്രത്യേകിച്ചും യുവജനങ്ങൾ.